എൻ്റെ പ്രസംഗം വളരെ മതിപ്പോടുകൂടി കാണുന്ന ഒരാളല്ല ഞാൻ. കൊല്ലപ്പെട്ടവരുടെ ഉറ്റബന്ധുക്കൾ, സഖാക്കൾ, പാർട്ടി പ്രവർത്തകരൊക്കെ ചിലപ്പോൾ പ്രതിരോധം തീർക്കാൻ നിർബന്ധിതരാവും. അത്തരം ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലായ്പ്പോഴും ആവർത്തിച്ച് പരിശ്രമിച്ചിട്ടുള്ളത് ഈ ആക്രമണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും ഈ കൊലയാളികളെ തുറന്നു കാണിക്കാനും അവരെ ഒറ്റപ്പെടുത്താനുമാണ്. ഇപ്പോൾ പരാമർശിക്കുമ്പോൾ ആളുകൾ കൂത്തുപറമ്പ് വെടിവെപ്പിനെ സമഗ്രമായിട്ടല്ല ആ സമരത്തെ കാണുന്നത്. കേൾക്കുന്നത് എം വി രാഘവനും വലിയ വാശി ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ കെ സുധാകരൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എം വി രാഘവനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് സുധാകരൻ്റെ പ്രേരണയോടെ എം വി രാഘവൻ അങ്ങോട്ട് വരുന്നു എന്നതാണ്. ടി പി ചന്ദ്രശേഖരൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമല്ല, വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന കുറേ കാലമായി പിന്തുടരുന്ന നയം മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നവജാത ശിശുക്കളെ പോലും കൊന്നൊടുക്കുന്നു. നമുക്ക് എങ്ങനെ അതിനെ പിന്തുണയ്ക്കാൻ പറ്റും? കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? മരണത്തിന് വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന ഒരു നാടായിട്ട് ഗാസ മാറുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിയാകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി കാണാൻ കഴിയുക, പൊതുവിൽ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളെയും പ്രയോഗവൽക്കരിക്കാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം പ്രകടിപ്പിച്ചു. ഒന്നാം പിണറായി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ദേശീയപാത വികസനം ഉണ്ടാകുമായിരുന്നില്ല. അതിലൊരു പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ട്. കേരളം 5000 കോടിയിൽ പരം രൂപ നമ്മളാണ് കൊടുക്കുന്നത്. എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗമാണെങ്കിലും അല്ലെങ്കിൽ ലേഖനമാണെങ്കിലും അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചയാണെങ്കിലും അതിൽ ഈ പറഞ്ഞ ചരിത്രം, ഫിഗേഴ്സ്, അതിൻ്റെ ഒരു അടുക്കുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു തർക്കത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഭയങ്കര ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ഒരുപാട് ഡാറ്റകൾ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരന്ന വായനയുള്ള എന്നാൽ വേറൊരു തരത്തിൽ സെലക്റ്റീവ് റീഡിംഗ് ഉള്ള ഒരു ചരിത്ര കുതുകിയായിട്ടുള്ള ആളാണ് ഞാൻ. ആ ചോദ്യം ആരംഭിക്കുന്നത് പൂക്കളുടെ പുസ്തകം 10ാം എഡിഷനിലെത്തുന്നു. എനിക്കത് വ്യക്തിപരമായിട്ട് ഈ തമിഴ് ഈഴത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോഴുള്ള പൂക്കൾ തേടി പോകുന്നത്, അല്ലെങ്കിൽ ചിനാർ മരമാവുന്നതിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളറിയാത്തൊരു റോസാച്ചെടികളുടെ അകമേ യാത്ര ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ശരിക്ക് ഒരു പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്നതിൽ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ പൂക്കളെ തേടിപ്പോകാൻ എന്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ അടരുകളിലേക്ക് പോകുന്നൊരു പുസ്തകമായിരുന്നു. പക്ഷെ അത് ഒരു ചെറിയൊരു കൈപ്പുസ്തകമായിട്ട് അതിൽ ഇത്രയും ആഴത്തിലൊരു സമീപനം നടത്തിയിരിക്കുന്നു. അത് കൂടുതൽ വായനക്കാരിലേക്ക് എത്തുന്നു. ശരിക്കും ഈ പൂക്കളുടെ പുസ്തകം എന്നുള്ള ആലോചനയ്ക്ക് ശരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ കൗതുകവും ആലോചന എങ്ങനെയായിരുന്നു? അത് യാദൃച്ഛികമാണ്. അത് പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യം ഗ്ലോറിയോസയെക്കുറിച്ചാണ്. ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറഞ്ഞിട്ടൊരു പൂവ്, മേന്തോന്നി എന്ന് നമ്മുടെ നാട്ടിൽ പറയും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു മേന്തോന്നി എന്ന് പറഞ്ഞൊരു പൂവ് ഉണ്ടെന്നും ആ പൂവ് ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കണ്ണിൽ പെട്ടിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രമായിട്ട് ഈ പൂവിൻ്റെ പടം വരുന്നു. അതെന്നെ ആകർഷിച്ചു. ഒന്നുമില്ല, അന്ന് വരെ കാണാത്തൊരു പൂവ്, ഒരു വളരെ പ്രത്യേകതയാർന്ന രൂപഭംഗിയാർന്ന ഒരു പൂവ്. അപ്പോൾ അത് ഏതാണ് ആ പൂവ് എന്നറിയാനുള്ളൊരു കൗതുകം, അത് കാണാനുള്ളൊരാഗ്രഹം. പക്ഷെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ അന്വേഷിച്ച ആർക്കും അത് അറിയുമായിരുന്നില്ല. അറിയുന്ന ആരോടും ഞാൻ അന്വേഷിച്ചില്ല എന്നതായിരിക്കും ശരി. പക്ഷേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും യാത്ര ചെയ്യുമ്പോഴും വായിക്കുന്നിടത്തുമൊക്കെ ഇത് ഞാൻ അന്വേഷിക്കുമായിരുന്നു, അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ അവസാനം വർഷങ്ങൾക്ക് ശേഷവും ഇത് കണ്ടെത്താനാവാതെ ഒരു ഘട്ടത്തിൽ ഇനി കണ്ടെത്തിയേ പറ്റൂ എന്ന് മനസ്സിൽ തോന്നിയൊരു ഘട്ടത്തിലാണ് ആ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്തി യാദൃച്ഛികമായി ഒരു ലൈബ്രറിയിൽ നിന്ന് ഈ പഴയ കോപ്പി എടുത്ത്, ഓർമ്മയിലുണ്ടായിരുന്നു, ആ വർഷവും മാസം ഏകദേശം ഓർമ്മയിലുണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എൻ്റെ ഇന്ന് കൈമോശം വന്നു പോയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-30 കൊല്ലങ്ങൾക്ക് ശേഷം ഇത് കണ്ടുപിടിച്ച്, പിന്നീട് അപ്പോഴേക്കും നമുക്ക് കുറേ കൂടി വിപുലമായിട്ടുള്ള ഈ ജീവശാസ്ത്ര രംഗത്ത്, സസ്യശാസ്ത്ര രംഗത്തൊക്കെ ബന്ധമുള്ളവരുണ്ടാവുമല്ലോ, അവരോട് കാണിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി പിന്നെ ഈ പൂവിനെക്കുറിച്ച് വെറുതെ ഒരു കൗതുകത്തിന് അന്വേഷിച്ചപ്പോഴാണ് ആ പൂവിൻ്റെ ചരിത്രം അതെന്നെ വിസ്മയിപ്പിച്ചത്. ആ പൂവിൻ്റെ ചരിത്രവും അതിൻ്റെ ചില രാഷ്ട്രീയ സ്വാധീനങ്ങളും അത് പിന്നെയും നമ്മളെ പ്രചോദിപ്പിച്ചു. അപ്പോൾ ഒരു പൂവിനും ഇങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, വലിയൊരു ചരിത്രമുണ്ട് എന്നത് എന്നെ സംബന്ധിച്ച് ഒരു ആവേശം നൽകുന്ന ഒന്നായിരുന്നു. ആ പുസ്തകത്തിൻ്റെ തന്നെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു അനുഭവം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് യതിയുടെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാനത് വായിക്കുന്നത്. യതിയുടെ ഒരു പ്രത്യേകത, ഞാൻ ആദരവോടുകൂടി സമീപിക്കുന്ന ഒരാളാണ് നിത്യചൈതന്യ യതി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ കൗതുകങ്ങളെയും പ്രകൃതിയുടെ ഭാവങ്ങളെയും എല്ലാം
സവിശേഷമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പിന്നെ മറ്റു ചില യാദൃച്ഛികമായ പൂവുകൾ, അപ്പോൾ നോക്കുമ്പോൾ വ്യക്തിപരമായി തന്നെ നമ്മളെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയോ ചെയ്ത, യാദൃച്ഛികമായി കടന്നു വരികയോ ചെയ്ത ചില പൂവുകൾ, ആ പൂക്കൾക്ക് വളരെ വലിയ ഒരു ചരിത്രമുണ്ട്, അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു അനൗപചാരിക പഠനം നടത്തി. അങ്ങനെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ആകത്തുകയാണ് ആ പുസ്തകമായിട്ട് രൂപപ്പെട്ടത്. കോളേജ് കാലത്തൊക്കെ ആയിരിക്കില്ലേ അത്? അല്ല, സ്കൂളിൽ മുതൽ മറ്റേ ഈ പുസ്തകം രൂപപ്പെട്ടത് 3 വർഷം എന്തോ ആയിട്ടുള്ളൂ. അതെ. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ചില മാസങ്ങളിലാണ് അതിൻ്റെ രചന നടന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്താണ്. അതായത് ആ കൗതുകം അതിപ്പോഴും ഉണ്ട്. ജീവിതത്തിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുസ്തകം എഴുതുമ്പോൾ ഞാൻ മുന്നിൽ കണ്ടിട്ടുള്ളത് കുട്ടികളുടെ മുഖമാണ്. കുട്ടികളുടെ മുഖം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്നവരാണ്, അവരിലാണ് സത്യത്തിൽ പ്രതീക്ഷ. മുതിർന്ന മനുഷ്യരിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. അതങ്ങനെ പറയുന്നത് പ്രകോപനപരമാവാം, വിവാദമായിരിക്കാം, ഞാനെങ്കിലും അങ്ങനെ പറയുന്നു. കുട്ടികളിലാണ് പ്രതീക്ഷ യാഥാർത്ഥ്യമാവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർക്കാണ് ഏറെ കാലം ഇനിയും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സാധ്യത. മാത്രമല്ല അവർക്ക് കൂടുതൽ ധീരമായ സ്വപ്നങ്ങൾ കാണാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചൊന്നിൻ്റെയും തടവിലല്ലാതെ സ്വതന്ത്രമായി ലോകത്തെ നോക്കിക്കാണാനും ഒരു പരിധിവരെ കഴിയുക ആ പ്രായത്തിലുള്ളവർക്കാണ്. അപ്പോൾ ആ കുട്ടികൾ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച്, നമ്മുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഇലകളെയും പൂക്കളെയും സസ്യങ്ങളെയും മണ്ണിനെയും മഴയെയും ഒക്കെ കുറിച്ചുകൂടി ഉത്കണ്ഠയുള്ളവരും അതിനെക്കുറിച്ചുകൂടി പ്രാധാന്യത്തോടെ ചിന്തിക്കുന്നവരുമായാൽ അത് നല്ലതാണ് എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ആ തോന്നൽ കൂടിയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഈ എം സ്വരാജിൻ്റെ പ്രസംഗ ശൈലി ഞാൻ പറഞ്ഞൊരു ക്രൗഡ് പുള്ളർ സ്വഭാവത്തിലാണ്, ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ പിടിച്ച് അറ്റൻറ്റീവായി നിർത്താൻ പറ്റുന്ന ഒരു പ്രസംഗ ശൈലിയാണല്ലോ. ഈ പ്രസംഗ ശൈലി എങ്ങനെ രൂപപ്പെട്ടതാണ്? കാരണം ഞാൻ ഈ പേരാമ്പ്ര മുഹമ്മദിനെ കുറിച്ച് പരാമർശിച്ചതിൽ ഈ നാടകത്തോടുള്ള കമ്പമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കൊന്ന് സ്റ്റേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആളുകൾ പ്രസംഗിക്കുന്ന ഇടം അല്ലെങ്കിൽ സംവാദ കേന്ദ്രങ്ങളൊക്കെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു യാത്ര നടത്തുന്ന സ്പേസ് ആയിരുന്നു. ഞാൻ നാടകങ്ങൾ, എൻ്റെ കുട്ടിക്കാലത്ത് നാടകങ്ങളും കഥാപ്രസംഗങ്ങളും ഒക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ജനകീയമായ കലാരൂപങ്ങളായിരുന്നു. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ പള്ളിപ്പെരുന്നാളായാലും അമ്പലത്തിലെ ഉത്സവമായാലും ഒക്കെ സാമൂഹ്യ സംഗീത നാടകം ഉണ്ടാവും, കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും, സിനിമാ പ്രദർശനം ഉണ്ടാവും. അന്നൊക്കെ തിയേറ്ററിൽ പോയിട്ട് മാത്രമല്ല സിനിമ കാണുക, ഉത്സവപ്പറമ്പുകളിൽ 16mm പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് സിനിമകൾ പ്രദർശിപ്പിക്കും. പുരോഗമനോന്മുഖമായി ഇതിവൃത്തമുള്ള നാടകങ്ങൾ, വിശ്വസാഹിത്യകൃതികൾ കഥാപ്രസംഗമാക്കിയിട്ട് ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രസംഗം വളരെ മതിപ്പോടുകൂടി കാണുന്ന ഒരാളല്ല ഞാൻ. അതാണ് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഓരോരുത്തർക്കും ഓരോ സമീപനമുണ്ട്. ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ പ്രഭാഷകരുടെ പലരുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അഴീക്കോട് മാഷിൻ്റെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേട്ടിരുന്നു. അദ്ദേഹവുമായി വളരെ അടുപ്പവും ഉണ്ടായിരുന്നു. മറ്റു പലരുടെയും, വിജയൻ മാഷിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഓരോ പ്രസംഗത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ജനപ്രിയമായ പ്രസംഗങ്ങളുണ്ടാവും, ആവേശനിർഭരമായ പ്രസംഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പല പല ഗുണങ്ങൾ, പ്രസംഗ ശൈലികൾ, ആരോഹണ കർമ്മങ്ങളും ഒക്കെ, ഭാഷ എല്ലാം ഉണ്ടാവും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. ഒരിക്കൽ അബ്ദുൾ സമദ് സമദാനിയുടെ പ്രസംഗം, അപ്പോൾ അദ്ദേഹത്തെ ഒരു സെമിനാറിൽ ഉദ്ഘാടകനായിട്ട് ഞാൻ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. എം നാരായണൻ മാഷ് ആ വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ നാരായണൻ മാഷ് അതിനുശേഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രസംഗിക്കുമ്പോൾ സമദാനിയുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ചൊരു വാക്കുണ്ട്, അത് പ്രസംഗീതം എന്നാണ്. ഇവിടെ നാം കേട്ടത് ഒരു പ്രസംഗമായിരുന്നില്ല, ഒരു പ്രസംഗീതമായിരുന്നു. എനിക്ക് തോന്നുന്നു സമദാനിക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കിട്ടുന്ന ഒരു പുരസ്കാരം. അപ്പോൾ അത് വളരെ ആകർഷകമായി പ്രസംഗിക്കുന്ന ഒരാളാണ് അബ്ദുൾ സമദ് സമദാനി. അത് രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായങ്ങളുണ്ടാവാം, പക്ഷേ അത് മറ്റൊരു കാര്യമാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ സർവകലാശാല കലോത്സവത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. SFI മുഴുവൻ സീറ്റിലും ജയിച്ച കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും.
ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരം വേദികളിൽ ഇങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചും എല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരെ ക്ഷണിക്കുകയും അവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. പറഞ്ഞു വന്നത് ഒരു പ്രസംഗത്തെ പക്ഷേ ഞാൻ എപ്പോഴും എനിക്ക് ആകർഷകമായി തോന്നാറ് എനിക്കറിയാത്ത ഒരു കാര്യം എനിക്ക് ലഭിക്കുന്ന ഒരു പ്രസംഗം, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്കറിയാത്ത, നമ്മളിതുവരെ വായിച്ചെത്തിയിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം, ഒരു പുതിയ ആശയം, പുതിയൊരു ചരിത്ര സന്ദർഭം, പുതിയൊരു പുസ്തകം, പുതിയ പുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയതായിക്കൊള്ളുന്നില്ല, നമ്മൾ കാണാത്ത ഒരു പുസ്തകം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, നമുക്കറിയാത്ത ഒരു കാര്യം ലഭിക്കുന്ന പ്രസംഗത്തെയാണ് ഏറ്റവും ആദരവോടുകൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാപ്പിനിശ്ശേരിയിൽ ഒരു യോഗത്തിൽ പറയുകയുണ്ടായി, KEN പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകത അതായിരുന്നു. KEN പ്രസംഗം ആദ്യമായി ഞാൻ കേൾക്കുന്നത് 1993 ജനുവരി 21 വൈകുന്നേരമാണ്. ഡേറ്റ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാംസ്കാരിക സമ്മേളനത്തിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ എന്ന് വെച്ചാൽ ഒരു 33 വർഷത്തിനിടയിൽ KEN പ്രസംഗം എവിടെ ഞാൻ കേട്ടിട്ടുണ്ടോ ആ പ്രസംഗത്തിൽ നമുക്കറിയാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ തുടർന്ന് അന്വേഷിക്കും, അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന ആളുകൾക്ക് അവരെ പഠനത്തിനും അന്വേഷണത്തിനും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ പ്രസംഗം മികച്ചൊരു പ്രസംഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ നിലയിലൊന്നും ഇപ്പം എനിക്ക് കഴിഞ്ഞോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പുള്ള ഒരാളല്ല ഞാൻ. നമ്മൾ കുറേ കൂടി നന്നായി പ്രസംഗിക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുക മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. ഇപ്പം ലേഖനമാണോ പ്രസംഗമാണോ, എന്താണ് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ്? ഞാൻ പറയുന്നത് ഇപ്പം കാസർഗോഡ് മുതൽ ഇപ്പം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് നടത്തിയ യാത്രയാണെങ്കിൽ എല്ലായിടത്തും പ്രസംഗിക്കേണ്ടി വരുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇപ്പം ഈ പറഞ്ഞ KEN ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അവിടെ നോക്കുമല്ലോ. ഉറപ്പായും ചില കീ ടോപ്പിക്കുകൾ സംസാരിക്കേണ്ടി വരും, രാഷ്ട്രീയ വിശദീകരണ സ്വഭാവമുള്ളതുകൊണ്ട്. ഈ പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള ശരിക്കുള്ള തയ്യാറെടുപ്പ് എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ ഈ ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്. പക്ഷെ അങ്ങനെയൊന്നും സാധിക്കാറില്ല. പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. എൻ്റെ കാര്യമാണ് പറയുന്നത്, ആവർത്തിക്കാറുണ്ട്. അത് നമ്മുടെ ദൗർബല്യമാണ്. ഒരു പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയിലുള്ളൊരു ദൗർബല്യമായിട്ടേ കാണേണ്ടതുള്ളൂ. തയ്യാറെടുപ്പുകളുടെ കാര്യം ചോദിച്ചാൽ അങ്ങനെ തയ്യാറെടുക്കുന്ന രീതിയില്ല, എനിക്ക് രീതിയില്ല. ആ രീതി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഒരു കാര്യം. ഞാൻ സാധാരണഗതിയിൽ കുറിപ്പ് വെച്ചുകൊണ്ടല്ല പ്രസംഗിക്കാറ്. അങ്ങനെ പ്രസംഗിക്കുന്നത് മോശമാണെന്ന അഭിപ്രായവും എനിക്കില്ല. ഒരുപക്ഷെ അത് ഓരോ ശൈലിയുടെ ഭാഗമാണ്. നിയമസഭയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കും, അത് സമയത്തിൻ്റെയൊക്കെ കൃത്യതയുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിൽ ഏറ്റവും പ്രധാനം സാന്ദർഭികമായിട്ട് ഓരോ സന്ദർഭത്തിലും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പഠനവും വായനയും, സ്വാഭാവികമായ പഠനവും വായനയും അത്രമാത്രം വികസിതമായിരിക്കണം എന്നാണ്. അഴീക്കോട് മാഷിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അഴീക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് മറ്റാരോ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ഒരു വാചകം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് ഇന്ന വാക്കാണെന്ന് നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. ചിലരുടേത് ഊഹിക്കാൻ പറ്റും. നമ്മൾ ഊഹിക്കുന്ന വാക്കായിരിക്കില്ല, വളരെ വ്യത്യസ്തമായി മറ്റൊരു വാക്കായിരിക്കും വരിക. അദ്ദേഹം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഇന്ന ആശയമാണെന്ന് പറയാൻ പറ്റില്ല. അറബിക്കടലിനെ കുറിച്ച് സംസാരിച്ച അടുത്ത വാചകത്തിൽ അദ്ദേഹം ഹിമാലയ പർവ്വതത്തെക്കുറിച്ച് പറയും എന്ന് പറയാറുണ്ട്. അത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ വിജ്ഞാന സമ്പത്ത്, അതാണ് അദ്ദേഹത്തെ അങ്ങനെ സംസാരിക്കാൻ പ്രാപ്തനാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ കഴിയുന്നവർക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ സംസാരിക്കാൻ സാധിച്ചോളണമെന്നില്ല. അതിൽ വേറെ കാര്യമൊന്നുമില്ല, ഓരോരുത്തരും ഓരോ നിലയിലാണ്. ഞാൻ പൊതുവേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് തയ്യാറാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ഇന്ന് വായിക്കുന്നൊരു കാര്യം ചിലപ്പോൾ ഇന്നത്തെ ഒരു പ്രസംഗത്തിൽ കടന്നു വന്നേക്കാം. അതൊരു സ്വാഭാവികമാണ്. അങ്ങനെയാണ് വരേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞ ഇപ്പോൾ KEN കാര്യം ഇവരൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തിരഞ്ഞെടുക്കുന്ന വാക്ക്, അതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ജുഡീഷ്യറിയിലെ പുഴുക്കുത്തേറ്റ സംഗതികൾ അല്ലെങ്കിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിമർശനത്തിന് തന്നെയുള്ള ഒരു ഗോൾഡൻ ടെക്സ്റ്റ് പോലെയൊക്കെ പിന്നീട് ഇപ്പം ബാബരി മസ്ജിദ് അനന്തരം കേസിന് ശേഷം വർത്തമാന ഇന്ത്യയിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ച ചോദ്യം മറ്റ് പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചതായി കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പം ദീർഘമായി എഴുതുക എന്നുള്ളത് പോലെ പ്രധാനമാണ് 3-4 വരിയിലേക്ക് എഴുതുക എന്നുള്ളത്. ഇപ്പം നേരത്തെ EMSന്റെ കാര്യത്തിൽ ഹോച്ചിമിനെ കോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ കോടിയേരിയുടെ അനുസ്മരണം ഈ ഒരു വരിയിൽ അവസാനിപ്പിക്കുന്നതിലൊക്കെ അങ്ങനെ ആ ഒരു പ്രതികരണം, അത് വെച്ചാൽ അതൊരു ക്വിക്ക് റിയാക്ഷൻ കൂടിയാണല്ലോ. അതിലേക്ക് വരുന്ന ഈ വാക്കുകൾ എനിക്ക് തോന്നുന്നു രണ്ടും. ഞാൻ ചില ഘട്ടങ്ങൾ ദീർഘമായി എഴുതിയിട്ടുണ്ട്,
ദീർഘമായ പ്രതികരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ നിങ്ങളിങ്ങനെ പറയുന്ന പോലെയും എഴുതിയിട്ടുണ്ട്. അതിലേതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുക, അതിലേതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എൻ്റെ ഇഷ്ടം ഏറ്റവും ചെറിയ 2-3 വരികൾ എഴുതുകയാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ എഴുതണമെങ്കിൽ എനിക്ക് അത്രമേൽ രോഷമോ അത്രയും ആഴത്തിലുള്ള ഒരു നമ്മളെ പിടിച്ചു കുലുക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ എഴുതാൻ കഴിയൂ. അങ്ങനെ അല്ലാത്തതെല്ലാം ദീർഘമായിട്ട് എഴുതാനേ കഴിയൂ. അത് ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത്, എൻ്റെ ആഗ്രഹം ഏത് സന്ദർഭത്തിലും 4 വരിയിൽ പറയണം, കഴിയുന്നത്ര ചുരുക്കി പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പല സന്ദർഭത്തിലും പറയാൻ സാധിക്കാത്തത് അത് കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ കഴിയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ അതിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം നമ്മളെ സ്വാധീനിച്ച ഒരു സന്ദർഭമാണ് എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത്. ഉറപ്പായും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ SFIയുടെയും DYFIയുടെയും ഒക്കെ സുപ്രധാന ചുമതലകൾ 2 ടൈം നിങ്ങൾ TVRും സ്വരാജ് ഷംസീർ മാറി മാറി ചുമതലയേറ്റൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തായിട്ട് എനിക്ക് ഏറ്റവും ഒരു അതിവൈകാരികമായിട്ടുള്ളൊരു പ്രസംഗം ഉണ്ടായിരുന്നു. റോഷൻ്റെ പിതാവ് സഖാവ് വാസുവിനെ കുറിച്ചൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഈ യുവജന പ്രസ്ഥാനത്തിലുള്ള കാലവും ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികളടക്കമുള്ള ഇടതുപക്ഷത്തെയും യുവജന പ്രസ്ഥാനത്തിൽ രക്തസാക്ഷിത്വങ്ങളെയും കാണുന്നത്? കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത് 94-ലാണ്. അത് കേരളത്തിലാകെ ഉയർന്നു വന്ന ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ പരാമർശിക്കുമ്പോൾ ആളുകൾ കൂത്തുപറമ്പ് വെടിവെപ്പിനെ സമഗ്രമായിട്ടല്ല ആ സമരത്തെ കാണുന്നത്. 2 ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭം. അത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നടത്തുന്നത്. ആ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നു. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ കൂത്തുപറമ്പിൽ ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് അവിടെ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് പരിയാരം മെഡിക്കൽ കോളേജാണ്. പരിയാരം മെഡിക്കൽ കോളേജിന് ആവശ്യമായ സ്ഥലം, TB സാനറ്റോറിയത്തിൻ്റെ കെട്ടിടം, ഹഡ്കോയിൽ സർക്കാർ വായ്പ ജാമ്യം നിന്നെടുത്ത വായ്പ, ഇത് 3മാണ് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കെട്ടിടം, സർക്കാരിൻ്റെ സ്ഥലം, സർക്കാർ ജാമ്യം നിന്ന് എടുത്ത വായ്പ. പക്ഷേ മെഡിക്കൽ കോളേജ് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കുകയാണ്. ട്രസ്റ്റ് സ്വകാര്യ ട്രസ്റ്റാണ്. കരുണാകരൻ, MV രാഘവൻ, CT അഹമ്മദ് അലി, അതാവട്ടെ മന്ത്രിമാർ എന്ന നിലയിലോ മുഖ്യമന്ത്രി എന്ന നിലയിലോ അല്ല, വ്യക്തികൾ എന്ന നിലയിലാണ്. ഭരണം മാറിയാലും മെഡിക്കൽ കോളേജ് ഇവരുടെ ട്രസ്റ്റിൻ്റെതാണ്. ഇതാണ് പ്രശ്നം. പൊതു സ്വത്തുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനം ഉണ്ടാക്കുന്നു എന്നതാണ് പ്രശ്നം. ഈ ഘട്ടത്തിലാണ് അവിടെ സമരം നടക്കുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നു. N രാമകൃഷ്ണൻ തൊഴിൽ മന്ത്രിയും അതുപോലെ MV രാഘവനുമാണ് പങ്കെടുക്കേണ്ടിയിരുന്നത്. N രാമകൃഷ്ണൻ പക്ഷേ പങ്കെടുക്കുന്നില്ല, അദ്ദേഹം പിന്മാറി. കാരണം അന്നത്തെ ഈ സമരത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിൽ ആ പ്രതിഷേധമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ പ്രതിഷേധ സ്ഥലത്ത് പോയി ഒരു സംഘർഷം ഉണ്ടാവണ്ട എന്നൊരു അദ്ദേഹം മാറി. കേൾക്കുന്നത് MV രാഘവനും വലിയ വാശി ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ K സുധാകരൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ MV രാഘവനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് സുധാകരൻ്റെ പ്രേരണയോടെ MV രാഘവൻ അങ്ങോട്ട് വരുന്നു എന്നതാണ്. അദ്ദേഹം പ്രസംഗിച്ച് പോയതിന് ശേഷവും വെടിവയ്പ് തുടർന്നു. അതാണ് പ്രത്യേകത. യാതൊരു പ്രകോപനമോ ആക്രമണമോ ഉണ്ടായില്ല. ഏകപക്ഷീയമായ വെടിവയ്പ്പാണ് ഉണ്ടായത്. 5 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. പുഷ്പൻ ശയ്യാവലംബിയായി മാറി. നിരവധി പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം കേരളത്തിൽ വലിയൊരു വികാരം, സാമൂഹ്യ വികാരം ഉയർന്നു വന്നു. അപ്പോൾ ഗവൺമെൻറ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കരുണാകരനാണ് മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷേ കരുണാകരൻ അധികകാലം പിന്നെ അധികാരത്തിൽ തുടരാൻ പറ്റിയില്ല. പിന്നീട് ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നു. ആൻ്റണിയാണ് പത്മനാഭൻ നായരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. അതേസമയം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണവും നടന്നു. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് H സുരേഷ്, അതുപോലെ ഹരി സ്വരൂപ്, ഈ 2 പേരുടെ നേതൃത്വത്തിലായിരുന്നു IPHRCയുടെ മറ്റേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ഈ 2 കമ്മീഷൻ റിപ്പോർട്ടുകളിലും അടിവരയിട്ട് ചൂണ്ടിക്കാട്ടിയത് ഒരേ കണ്ടെത്തലുകളായിരുന്നു. അത് വെടിവയ്പ്പ് അനാവശ്യമായിരുന്നു, വെടിവയ്പ്പിനിടയാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് 2 റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിച്ചു. രാഘവൻ വാശി പിടിച്ച് പോയതാണ് ആ വെടിവയ്പ്പിനിടയാക്കിയത്. പോലീസ് വെടിവയ്പ്പ് നിയമലംഘനമാണ്, പോലീസ് ആക്ടിന് വിരുദ്ധമായാണ് വെടിവെച്ചത്, ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല. ഇതൊക്കെ റിപ്പോർട്ടുകളിലുണ്ട്. അതിനുശേഷം കേരളത്തിൽ
യുവജന പ്രസ്ഥാനം കടുത്ത പ്രതിഷേധ സമര രംഗത്തേക്ക് വന്നു. പിന്നീട് 1.5 വർഷം കൂടി ആ ഗവൺമെൻറ്റിന് കാലാവധിയുണ്ട്. എം വി രാഘവനെ മന്ത്രി എന്ന നിലയിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു. 5 പേരുടെ രക്തസാക്ഷിത്വം ഉണ്ടായ സന്ദർഭമാണ്. എല്ലാ സന്നാഹങ്ങളും അന്ന് ഗവൺമെൻറ് ഉപയോഗിച്ചു. പക്ഷേ ആ 1.5 കൊല്ലത്തിനിടയിൽ ഒരു പൊതുപരിപാടിയിലും മുൻകൂട്ടി നിശ്ചയിച്ച് അറിയിച്ച് ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത്ര ശക്തമായിട്ടുള്ള സമരം അന്ന് യുവജന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നു. 96-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. യഥാർത്ഥത്തിൽ 96-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരാൻ ഇടയാക്കിയ ഒരു പ്രധാന ഘടകം കൂത്തുപറമ്പ് വെടിവയ്പ്പിലേക്ക് നയിച്ച ആ വലിയ പ്രക്ഷോഭമാണ്. എം വി രാഘവൻ എന്ന ആറന്മുളയിലാണ് മത്സരിച്ചത്. അന്ന് കടമനട്ട് രാമകൃഷ്ണനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ മത്സരിക്കുന്നത്. അദ്ദേഹം പരാജയപ്പെട്ടു, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പരാജയം മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ തന്നെ ആ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഒരു കാരണം കൂത്തുപറമ്പിലെ വെടിവയ്പ്പും അതിനിടയാക്കിയ സമരങ്ങളും ആ സാഹചര്യങ്ങളും ഒക്കെയായിരുന്നു. ആ വെടിവയ്പ്പ് കേരളീയ സമൂഹത്തിൽ പിൽക്കാലത്തും ഏറെ ചർച്ചയ്ക്ക് വിധേയമായി. ജീവിതത്തിൻ്റെ വസന്തകാലത്താണ് 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുന്ന അനുഭവം ഉണ്ടാകുന്നത്. എല്ലാ മാധ്യമങ്ങളും ഇതിന് സാക്ഷിയാണ്. ആ മാധ്യമപ്രവർത്തകരിൽ പലരും ഇതിന് സാക്ഷ്യം വഹിക്കുകയും അവരത് അവരുടെ പരിമിതികൾക്കകത്ത് നിന്ന് പറയുകയും കമ്മീഷൻ്റെ മുൻപാകെ മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പുഷ്പൻ ശയ്യാവലംബിയായി 30 കൊല്ലം അദ്ദേഹം ഒരേ കിടപ്പിൽ കിടന്നു. അസാധാരണമായ ഇച്ഛാശക്തിയും കരുത്തുമാണ് പുഷ്പൻ പ്രകടിപ്പിച്ചത്. പലതവണ പുഷ്പനെ കാണുകയും പുഷ്പനുമായി അടുപ്പവും ഉണ്ടായിരുന്നു എനിക്ക്. ഒരിക്കൽ പുഷ്പനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ യുവധാരയ്ക്ക്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് പുഷ്പൻ. പുഷ്പന് വലിയ നീണ്ടകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. കുറേ വർഷം കഴിഞ്ഞപ്പോൾ പുഷ്പൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുഷ്പനെ കാണാൻ പ്രധാനപ്പെട്ട കേരളത്തിലെ പത്രങ്ങളുടെ പ്രതിനിധികൾ വന്നു. പക്ഷെ ഒറ്റ ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിരാശയുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. പുഷ്പൻ അവരോട് പറഞ്ഞു, ഒരു നിരാശയുമില്ല. അവർ മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും അവരാരും കടന്നു വന്നിട്ടില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നോട് പുഷ്പൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, വെറുതെ എഴുന്നേറ്റ് നടക്കുന്നതിൽ എന്തു കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അനീതിയോട് എതിർക്കാനല്ലെങ്കിൽ, അനീതിയെ എതിർത്ത് പൊരുതാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറയുന്നത്? അതുകൊണ്ട് എനിക്കൊരു നിരാശയുമില്ല, ആ സമരം അനിവാര്യമായിരുന്നു, അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരാളുടെ ആ നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, രാഷ്ട്രീയമായ അടിത്തറ, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുപോലെ റോഷൻ്റെ പിതാവ് വാസുവേട്ടൻ മകൻ മരിച്ചപ്പോഴും പതറിപ്പോയിട്ടില്ല. മകൻ്റെ മൃതദേഹത്തിൻ്റെ മുന്നിൽ നിന്ന്, അവന് മുന്നിൽ നിന്നാണ് വെടിയേറ്റത്. അവൻ സമരഭൂമിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, പിന്തിരിഞ്ഞോടുമ്പോഴല്ല. ധീരനാണ് എൻ്റെ മകൻ എന്ന് മൃതശരീരത്തിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞ ആളാണ് വാസുവേട്ടൻ. അപ്പോൾ ഇങ്ങനെയുള്ള അവിശ്വസനീയമായ ധീരതയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം അനുഭവങ്ങൾ കൂടി നിറഞ്ഞതാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പ്. ഇപ്പോഴും മനസ്സിൽ ആ കനലുകൾ അണഞ്ഞു പോകാതെ ഉണ്ട്. ഇടത് യുവജന പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ വരുന്നത് തന്നെ വെള്ളക്കൊടിയിലെ നക്ഷത്രം, രക്തം കൊണ്ട് ചുവപ്പിച്ചവരെ എന്നൊരു പ്രയോഗം തന്നെ പറയാറുണ്ട്. പക്ഷേ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്ത് TP കൊലപാതകത്തിന് ശേഷവും അല്ലെ ശരത് കൃപേഷ് ഇതിന് ശേഷവും ഇടതുപക്ഷത്തിന് ഈ പറയുന്ന രക്തസാക്ഷിത്വങ്ങളുടെ അവകാശവാദങ്ങൾക്ക് സ്പേസ് ഇല്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലും രക്തക്കറയുണ്ട് എന്നുള്ള വാദം തുടർച്ചയായി വരാറുണ്ടല്ലോ. പ്രധാനമായിട്ടും ഈ മാധ്യമ ചർച്ചകളിലൊക്കെ അത് വരാറുണ്ട് എന്നുള്ളത്, അതിനെ കൂടി എങ്ങനെയാണ്? എനിക്കതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാനേ ആവില്ല. മാത്രമല്ല, ഞാൻ എപ്പോഴും പ്രകോപിതനാവുന്നൊരു കാര്യം കൂടിയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ ആകെ ചരിത്രം നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് കേട്ടാൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലുമുണ്ട്, ലോകമാകെയുണ്ട്. അതിൻ്റെ ഒരു ചരിത്രപരമായ കാരണം എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ആരംഭിക്കുന്നത്. അപ്പോൾ അത് മേധാവിത്വം വഹിക്കുന്ന വർഗം അതിനെ അടിച്ചമർത്തും. ആ അടിച്ചമർത്തൽ വളരെ രൂക്ഷവുമായിരിക്കും പലയിടത്തും, അത് ഏറിയും കുറഞ്ഞും എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ദിനങ്ങൾ തൊട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ ദിനം തൊട്ട് ഈ ആക്രമണം ഏറ്റുവാങ്ങുന്നുണ്ട്, ഈ അടിച്ചമർത്തലിനെ നേരിടുന്നുണ്ട്. ഇപ്പോൾ
ഒക്ടോബർ 17 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ താഷ്കൻഡിൽ വെച്ചാണ് ഒരു വിരലെണ്ണാവുന്ന ആളുകൾ ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. അങ്ങനെ ആ നിലയിൽ ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നു. ഈ വിവരം ബ്രിട്ടൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴേക്കും ബ്രിട്ടൻ ജാഗ്രത പാലിക്കുന്നു, വളരെ അലർട്ടഡ് ആവുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ രൂപീകരണം ബ്രിട്ടനെ അലോസരപ്പെടുത്തിയിട്ടില്ല. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 885 ഡിസംബറിലാണ് ബോംബെയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ് അല്ല, എല്ലാവർക്കും അറിയാം. ആ കോൺഗ്രസ് രൂപീകരണം യഥാർത്ഥത്തിൽ ബ്രിട്ടൻ്റെ ആശീർവാദത്തോടെയാണ്. അതാണ് ചരിത്രം. ഡഫറിൻ പ്രഭുവിൻ്റെ നിർദ്ദേശവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ട് അതിന്. അപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമല്ല. അതുകൊണ്ടാണ് ബ്രിട്ടന് പ്രശ്നമില്ലാത്തത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമേ അല്ല. പിന്നീട് അതിന് ശേഷം രണ്ടാമത്തെ AICC സെഷൻ ചേരുന്നത് കൊൽക്കട്ടയിൽ വെച്ചാണ് 1886. അപ്പോൾ അവിടെ അംഗീകരിച്ച പ്രമേയം പറയുന്നത് വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ജീവിക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രജകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ, ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രമേയം. അത് കഴിഞ്ഞാൽ 1888 4-ാം സെഷൻ അലഹബാദിൽ ചേരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ 4-ാം സെഷനിലെ പ്രധാന പ്രമേയം അന്ന് ആ സമയത്താണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗ്ലാഡ്സ്റ്റൻ്റെ ജന്മദിനമാണ് വരും. അപ്പോൾ ജന്മദിനാശംസകൾ നേർന്നിട്ടാണ്. ഇതായിരുന്നു ആദ്യത്തെ കോൺഗ്രസ്. അപ്പോൾ ബ്രിട്ടന് സ്വാഭാവികമായിട്ട് അലോസരം ഉണ്ടാവില്ല. പിന്നെ ഗാന്ധിജിയൊക്കെ വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ടാണല്ലോ കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും സ്വാതന്ത്ര്യ പ്രസ്ഥാനമായി മാറുകയും. എന്നാൽ തന്നെ 30കളിലാണ് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം, പൂർണ്ണ സ്വാതന്ത്ര്യം, അത് ആ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോഴേ ബ്രിട്ടൻ വളരെ കർശനമായ നിയമ നടപടികളിലേക്ക്, ഭരണ നടപടികളിലേക്ക് കടക്കുകയാണ്. പെഷവാർ ഗൂഢാലോചന കേസുണ്ടാവും. എത്ര കോൺസ്പിറസി കേസാണെന്ന് വരുന്നത്. പെഷവാർ, കാൺപൂർ, മീററ്റ്. ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അക്ബർ ഖുറേഷിയാണ്. അത് ഈ പെഷവാർ ഗൂഢാലോചന കേസിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്ന വാർത്ത കേട്ട ഉടൻ കമ്മ്യൂണിസ്റ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിലിടുക. അതാണ് ബ്രിട്ടൻ ചെയ്തത്. അതിന് ഓരോ ഗൂഢാലോചന കേസ് ഉണ്ടാക്കുക. തിരിച്ചറിയാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ജയിലിലടക്കുക എന്നുള്ളതാണ്. ബ്രിട്ടൻ ഉടനീളം അത് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഇപ്പോൾ CPIM 64-ൽ CPIM എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ 9 പേരാണ്. അതാണ് ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ എന്ന് ഞങ്ങൾ പറയാറ്. സുന്ദരയ്യാണ് സെക്രട്ടറി, ബസവപുന്നയ്യുണ്ട്, സുർജിത്ത് ഉണ്ട്, EMS ഉണ്ട്, AKG ഉണ്ട്, രാമമൂർത്തി ഉണ്ട്, BT രണദിവയുണ്ട്, പ്രമോദ് ദാസ് ഗുപ്തയുണ്ട്, ജ്യോതി ബസു. ഇവരെല്ലാം ചേരുന്നതാണ് ആദ്യ പോളിറ്റ് ബ്യൂറോ. ഇവരെല്ലാം ജയിലിലടക്കപ്പെട്ടവരായിരുന്നു. ബ്രിട്ടൻ ജയിലിലടച്ചവരാണ് ഈ 9 പേരും. ഈ 9 പേരും കൂടി കിടന്ന വർഷങ്ങൾ കണക്ക് കൂട്ടിയാൽ 60 കൊല്ലമാണ്. 60 കൊല്ലം വരും. ഒരു ദശാബ്ദത്തിലധികം ജയിലിൽ കിടന്നവരാണ് സുർജിത്തും AKG ഒക്കെ. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും AKG ജയിലിലാണ്. 1947 ആഗസ്റ്റ് 15-ന് AKG ജയിലിലാണ്, ജയിലിൽ കിടക്കുന്നതാണ്. ഇങ്ങനെ ഒരു അടിച്ചമർത്തലിനെയാണ് നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടും. സ്വാതന്ത്ര്യം കിട്ടുന്നു, ഇത് കോൺഗ്രസ് ഗവൺമെൻറ് തുടരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വൻ കമ്മ്യൂണിസ്റ്റ് വേട്ടയാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ തോപ്പിൽ ഭാസി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം എഴുതുന്ന ഒളിവിലിരുന്നിട്ടാണ്. ശൂരനാട് കേസിൽ വേട്ടയാടപ്പെടുമ്പോൾ അദ്ദേഹം ഒളിവിലിരുന്നു കൊണ്ട് എഴുതിയ നാടകമാണത്. ആ നാടകം എഴുതാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് വേട്ടയാണ്. രാജ്യം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നു. 48-ലാണ് ഒഞ്ചിയം. വെടിവെച്ച് കൊല്ലല്ലേ എല്ലാവരെയും. അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെ ഇവരെ കാണിച്ചു കൊടുക്കുന്ന ആളുകളായിരുന്നു. അതാണ് ഈ മുല്ലപ്പള്ളിയുടെ പിതാവിനെ കുറിച്ചുള്ള വിമർശനമൊക്കെ വരുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഒളിവിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ വെടിവെച്ച് കൊന്നതാണ്. 8 പേരെ ഒഞ്ചിയത്ത് വെടിവെച്ച് കൊല്ലുന്നു, പിന്നെ 2 പേരെ മർദ്ദിച്ചു കൊല്ലുന്നു, കള്ള ജാമ്യത്തിലെടുത്ത് വെടിവെച്ച് കൊല്ലുന്നു. അതാണ് പാടിക്കുന്നത്. ഇപ്പോൾ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കള്ള കേസ് അത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കള്ള ജാമ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കള്ള ജാമ്യം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ കള്ളക്കേസ് എടുത്ത് ജയിലിലടക്കുക, എന്നിട്ട് ബന്ധുക്കളോ പാർട്ടി പ്രവർത്തകരോ അറിയാതെ വ്യാജമായി ജാമ്യത്തിൽ ഇറക്കുക, പോലീസ് തന്നെ ജാമ്യത്തിൽ ഇറക്കുക. അങ്ങനെ ഇറക്കിയാണ് പാടിക്കുന്നിൽ ഇരുവമ്പാരെയും കുട്ടിയാപ്പയും ഗോപാലിനെയും വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ്. സേലം ജയിലിൽ ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട 50 ജനുവരി 26-ന് പ്രഖ്യാപിക്കപ്പെടുന്നു. കൃത്യം 15 ദിവസം കഴിയുമ്പോഴാണ് സേലം ജയിലിൽ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുകയാണ്. 22 പേരെ വെടിവെച്ച് കൊന്നു ജയിലിനകത്ത്. ജയിൽ അനക്സിൽ വെച്ച് വെടിവെച്ചു. മൊയാർത്ത് ശങ്കറിനെ പിടികൂടി അടിച്ചു കൊന്ന് മൃതശരീരം പോലും വിട്ടുകൊടുക്കുന്നില്ല. ഇന്നും അറിയില്ലല്ലോ മൊയാർത്ത് ശങ്കരൻ
സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ നേതാവാണ് മൊയ്യാരം. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എഴുതിയ ആളാണ് അദ്ദേഹം. പക്ഷേ പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി മാറി. ആ കാരണം മതി അദ്ദേഹത്തെ കൊന്ന് കുഴിച്ചിട്ടു, മൃതശരീരം പോലും കൈമാറിയില്ല. ഈ ആക്രമണങ്ങളെയാണ് നേരിടുന്നത്. അതിങ്ങനെ തുടർന്നു വരുന്നു. ജന്മിത്തം അവരുടെ കങ്കാണിമാരായ ഗുണ്ടകൾ, കോൺഗ്രസ്സുകാർ, ബ്രിട്ടീഷുകാർ ഇവരെല്ലാം ആക്രമണം ഏറ്റുവാങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. വോട്ട് ചെയ്തതിന് മനുഷ്യനെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ വെൺമണിയിൽ, കോട്ടൂർ, നീലിമംഗലത്തൊക്കെ വെൺമണി ചാത്തൻ, നീലിമംഗലം ദാമോദരൻ, അങ്ങനെയൊക്കെ നിരവധിയായ ആൾ വോട്ട് എന്താണ് 60-ലെ തെരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ജന്മിത്തത്തിൻ്റെ ഒരു കൽപ്പനയാണ്. കോൺഗ്രസ് ജന്മിമാരെ ഉപയോഗിച്ചിട്ട് അന്ന് ജന്മിത്തം ക്ഷയിച്ചു തുടങ്ങി, പക്ഷേ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ട്. അപ്പോൾ ഈ കുടിയാന്മാരായിരുന്നവർ അവർക്കിപ്പോൾ ജീവിതത്തിൽ മാറ്റം വന്നു, കുടിയിറക്കൽ നിരോധന നിയമം വന്നു, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായി. അപ്പോൾ വോട്ട് ചെയ്യാൻ പോയാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പോൾ തിട്ടൂരം പുറപ്പെടുവിക്കുകയാണ് കോൺഗ്രസ്, ഇവർ വോട്ട് ചെയ്യാൻ പാടില്ല. ഓരോരുത്തരെയും വീട് കയറി പറയുകയാണ് നാളെ വോട്ട് ചെയ്യാൻ പോലും. അത് ധിക്കരിച്ച് വോട്ട് ചെയ്തതിനാണ് ഞാനീ പറഞ്ഞ പലരെയും കൊലപ്പെടുത്തിയത്, കൊന്നുകളഞ്ഞു. ഇപ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ആരെങ്കിലും ഈ ചരിത്രം പറയുമോ? ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് കുഞ്ഞാലിയാണ്. വെടിവെച്ച് കൊല്ലുകയായിരുന്നില്ലേ കുഞ്ഞാലിയെ? ഇന്ത്യയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് രാമന്തളിയിലാണ്, നിങ്ങളുടെ നാട്ടിൽ. OK കുഞ്ഞിക്കണ്ണൻ കല്ലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല്ലപ്പെട്ടത് നമ്മുടെ ചാവക്കാടാണ്, വത്സലൻ. കഷണങ്ങളായി വെട്ടിക്കൊന്നു വത്സലനെ. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷാണ് കൊല്ലപ്പെട്ടത് രാജ്യത്ത് ആദ്യമായിട്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നിരന്തരമായ ആക്രമണമാണ്. എത്രയെത്ര മനുഷ്യരെ കൊന്നു കേരളത്തിൽ. അഴീക്കോടൻ ആണ് കേരളത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവ്. ഈ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 70-കളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നപ്പോൾ ക്യാമ്പസുകളൊക്കെ ഈ ആക്രമണം നടന്നു. എത്ര പേർ കൊല്ലപ്പെട്ടു? ഇപ്പോൾ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലാണ് ജോസ് കൊല്ലപ്പെടുന്നത്. ജോസ് കോളേജ് യൂണിയൻ ഭാരവാഹിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ SFI ശക്തിപ്പെട്ടു വന്നത്. അപ്പോൾ സ്ഥിരമായി KSU ജയിക്കണം. അന്ന് കേരളത്തിലെ എല്ലാ കോളേജും സ്ഥിരമായി KSU ജയിക്കുന്ന കോളേജാണ്. തിരിച്ചടി അവർക്ക് ആരംഭിച്ചത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ശരിയായൊരു രാഷ്ട്രീയ ദിശാബോധം നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറിയത്. കാര്യങ്ങൾ ശരിയായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ SFI ജയിക്കാൻ തുടങ്ങി. ആ വിജയം അംഗീകരിക്കാൻ ഒരിക്കലും ഇവർക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് കാത്തോലിക്കേറ്റ് കോളേജിൽ കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസിലിട്ട് കോളേജ് യൂണിയൻ ഭാരവാഹിയായ CV ജോസിനെ കുത്തിക്കൊല്ലുന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന്. അവസാന മരണവെപ്രാളത്തിൽ കോളേജ് ക്യാമ്പസിലെ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് ഇഴഞ്ഞു പോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇട്ട് വീണ്ടും കുത്തിക്കൊന്നുവെന്നാണ്. ആ കേസിലെ ദൃക്സാക്ഷിയായിരുന്നു പ്രസാദ്, MS പ്രസാദ്. ആ പ്രസാദ് കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ കണ്ടെത്തിയ എളുപ്പമാർഗം പ്രസാദിനെയും കൊല്ലുക എന്നുള്ളതാണ്. തൊട്ടടുത്ത വർഷം പ്രസാദിനെയും കൊല്ലുന്നു. അതൊരു തിരുവോണ ദിവസമാണ്. തിരുവോണ ദിവസം വെട്ടി നുറുക്കി കൊല്ലുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയ വിരോധം കൊണ്ടൊരു ചെറുപ്പക്കാരനെ, ഒരു കോളേജ് യൂണിയൻ ഭാരവാഹിയെ കോളേജ് ക്യാമ്പസിലിട്ട് കൊല്ലുന്നു. അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ സാക്ഷിയെയും കൊല്ലുന്നു. ഇത് കേരളത്തിൽ നടന്നൊരു കാര്യമാണ്. കൊല്ലത്ത് ശ്രീകുമാറിനെ ശ്രീകുമാർ ക്യാമ്പസിൽ കൊല്ലപ്പെടുന്നു. അതുപോലെ കൊല്ലത്തൊരു സുനിൽകുമാർ, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സുനിൽകുമാർ. സുനിൽകുമാറിനെ കൊല്ലുന്നത് 6 മാസം മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് ആ കട്ടിലിട്ടിട്ടാണ് വെട്ടിക്കൊല്ലുന്നത്. 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ മുഖത്ത് പിതാവിൻ്റെ രക്തം തെറിച്ച് വീഴുകയാണ്. എന്നിട്ട് ശരീരത്തിൻ്റെ ചലനം പൂർണ്ണമായി നിലയ്ക്കുന്നതിന് മുൻപ് സുനിലിൻ്റെ ഒരു കൈ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ കൈ ഉയർത്തിപ്പിടിച്ചിട്ടാണ് RSS കൊല്ലം പട്ടണത്തിൽ പ്രകടനം നടത്തുന്നു, 1 കിലോമീറ്റർ പ്രകടനം. എന്നിട്ട് DYFIയുടെ ഒരു കൊടിമരത്തിൽ കൊണ്ടുപോയിട്ട് ഈ കൈ കെട്ടിത്തൂക്കുകയാണ്, മുറിച്ചെടുത്ത കൈ. എന്നിട്ടൊരു പോസ്റ്റർ എഴുതി വെക്കുന്നു, വെള്ളക്കൊടി പിടിക്കുന്ന കൈക്ക് ഇതായിരിക്കും അനുഭവം എന്ന് എഴുതി വെക്കുക. ഈ കേരളത്തിൽ നടന്ന കാര്യം. ഇങ്ങനെ എത്ര അനുഭവം. ഓരോ ഗ്രാമത്തിനും ഒരു രക്തസാക്ഷിയുടെ ജീവത്യാഗത്തിൻ്റെ കഥ പറയാനുണ്ട്. ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയത തോന്നും. ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടന്നോ എന്ന് തോന്നും. ചില ഘട്ടങ്ങളിൽ ഇതിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല, തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടോ ആഹ്വാനം ചെയ്തിട്ടോ അല്ല. അത് സ്വാഭാവികമാണ്. അതൊരു പ്രകൃതി നിയമമാണ്. ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ചെറുത്തുനിൽപ്പിന് പിറവി നൽകും. തിരിച്ചടികൾ ഉണ്ടാവും. കൊല്ലപ്പെട്ടവരുടെ ഉറ്റബന്ധുക്കൾ, സഖാക്കൾ, പാർട്ടി പ്രവർത്തകരൊക്കെ ചിലപ്പോൾ പ്രതിരോധം തീർക്കാൻ നിർബന്ധിതരാവും. അത്തരം ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അത് പ്രവർത്തനം അസാധ്യമാകുന്ന ഘട്ടത്തിൽ
കൂടെ കൊടിപിടിക്കുന്നവർ ഓരോരുത്തരായി കൊല്ലപ്പെടുമ്പോൾ അനിവാര്യമായി രൂപപ്പെട്ടു വരുന്ന പ്രതിരോധമാണ്. അത്തരം ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങളെല്ലായ്പ്പോഴും ആവർത്തിച്ച് പരിശ്രമിച്ചിട്ടുള്ളത് ഈ ആക്രമണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും ഈ കൊലയാളികളെ തുറന്നു കാണിക്കാനും അവരെ ഒറ്റപ്പെടുത്താനുമാണ്. അതിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ പ്രബലമായി വന്നത്, കരുത്താർജിച്ച് വന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. ഇനി അങ്ങനെ പോകാനാവില്ല എന്നൊരു നിലപാട് പൊതുവിൽ എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ പഴയതുപോലെ ഇല്ല, എണ്ണത്തിൽ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, പക്ഷേ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളെ എടുത്തു കാണിച്ചിട്ടാണ് ഈ ആക്രമണത്തിനെല്ലാം ഇരയായവരെ വേട്ടക്കാരായിട്ട് ചിത്രീകരിക്കുകയാണ്. ഞാനീ പറഞ്ഞ 600ഓളം പേര് കേരളത്തിൽ കൊല്ലപ്പെട്ടു, കമ്മ്യൂണിസ്റ്റുകാർ 600ഓളം പേർ കൊല്ലപ്പെട്ടു. ചിലയിടത്ത് ചില തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ചിലയിടത്ത് നിർഭാഗ്യകരമായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹിംസയെയും ഞങ്ങൾ ന്യായീകരിക്കാൻ പാടില്ല. എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ഇടതുപക്ഷമെന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ, CPM എന്ന് പറഞ്ഞാൽ കൊലയാളികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിനോട് പൊരുത്തപ്പെടാനേ പറ്റില്ല. ഇപ്പോൾ പാർട്ടി വിട്ടാൽ ഇവർ കൊല്ലും എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ശ്രീ TP ചന്ദ്രശേഖരൻ്റെ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര പേർ പാർട്ടി വിട്ടു, എത്ര പേരെ പുറത്താക്കി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ MV രാഘവൻ പാർട്ടി വിട്ടുപോയില്ലേ? KR ഗൗരി പാർട്ടി വിട്ടുപോയി. അങ്ങനെ എത്ര പേർ? വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേർ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. കടുത്ത അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാർട്ടി വിട്ടു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു നേതാവിനെ, ഒരു പ്രവർത്തകനെ കൊല്ലും എന്ന നിലപാട് CPM എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ആ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് പാർട്ടി മാറിയതിൻ്റെ പേരിൽ ഒരാളെ കൊന്നത് ആദ്യമായിട്ട് കേരളത്തിൽ. അത് അബ്ദുൽ ഖാദറിനെയാണ്. അബ്ദുൽ ഖാദർ MLA ആയിരുന്നു, കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു, DCC പ്രസിഡൻറ്റുമായിരുന്നു, തൃശ്ശൂർ DCCയുടെ പ്രസിഡൻ്റായിരുന്നു അബ്ദുൽ ഖാദർ. പിന്നീട് അബ്ദുൽ ഖാദർ കോൺഗ്രസ് വിട്ടു, അദ്ദേഹം CPMൽ ചേർന്നു. 40-ാം ദിവസം വെടിവെച്ച് കൊല്ലിയായത് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഹമുവിനെയും പിടിച്ചു. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. അദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് ഉറപ്പിച്ച് നിലപാട് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ, അന്നും ഇന്നും എല്ലാ കാലത്തും. TP ചന്ദ്രശേഖരൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമല്ല, വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ രൂപപ്പെട്ടു വന്ന സംഘർഷങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ശത്രുതയുടെയും എല്ലാം ഒരു അന്തരീക്ഷത്തിലുണ്ടായ ഒരു നിർഭാഗ്യകരമായ, സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. അതിനെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കുണ്ട് എന്ന് ബോധ്യമായ പാർട്ടി അംഗത്തിൻ്റെ പേരിൽ നടപടിയും സ്വീകരിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആ കേസിനെ മുൻനിർത്തി അതിൽ പങ്കില്ലാത്ത ധാരാളം ആളുകളെ അതിൽ ഉൾപ്പെടുത്തി പാർട്ടിയെ ആക്രമിക്കാനുള്ള നീക്കമാണ് നടന്നത്. അതിനോട് നമുക്ക് യോജിക്കാനാവില്ല. പാർട്ടി തന്നെ തകരണം എന്ന ആഗ്രഹത്തോടു കൂടി ഇതിനെ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയാൽ അതിനെ പിന്തുണക്കാൻ പറ്റില്ല. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ചാനൽ സംപ്രേഷണം ചെയ്ത പ്രസംഗമാണ്. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നൊരു കാര്യം, CPIMൻ്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല അദ്ദേഹം പറയുകയാണ്. പിന്നെ ആരോടാണ് വിയോജിപ്പ് അതിൻ്റെ താഴെയുള്ളവരോടാണെന്നാണ് വ്യംഗ്യം. യഥാർത്ഥത്തിൽ വിയോജിപ്പ് അവിടെയാണ്, ഒഞ്ചിയത്ത്. അവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അതൊരു പ്രാദേശികമായ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം നിർഭാഗ്യകരമായ അവസ്ഥകളിലേക്ക് പരിണമിച്ചു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിട്ടു. പക്ഷേ സാഹചര്യം മറ്റൊന്നായിരുന്നെങ്കിൽ പാർട്ടിയിലേക്ക് തന്നെ തിരികെ വരുമായിരുന്നു എന്നാണ് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുള്ള പലരും ഉറച്ചു വിശ്വസിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ PV അൻവറിൻ്റെ പാർട്ടിയായിട്ടുള്ള അകൽച്ചയും പാർട്ടിയിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം പ്രതികരിച്ച CPMൻ്റെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഏറ്റവും ആദ്യം പ്രതികരണം വെച്ചാൽ ഏറ്റവും തുറന്ന പ്രതികരണം നടത്തിയിട്ടുള്ള ഒരാളാണ് വീഡിയോയിലൂടെ. ഒന്ന് ചെറിയ സമയ വ്യത്യാസത്തിലാണ് ആ വീഡിയോ ആദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ തുടർച്ച പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, CPMന് പോകുന്ന ഒരു എതിരാളിയായിട്ട് കാണുന്നില്ല PV അൻവറിനെ എന്നുള്ളത്. പിന്നെ പുള്ളിയുടെ വലതുപക്ഷ ആഭിമുഖ്യത്തിൻ്റെ കാര്യം ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ആളാണ്. നമ്മൾ അതുവരെ കണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യതിചലനത്തിന് മുമ്പ് വരെ അൻവറിനെ കണ്ടുള്ളത് കേരളത്തിൻ്റെ കടന്നൽ രാജ, സൈബർ പോരാളി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൈബർ സംഘത്തിനൊക്കെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരാളെയൊക്കെ ആയിട്ട് അവരോധിക്കപ്പെടുന്നതാണുള്ളത്. എന്താണ് അൻവറിൻ്റെ കാര്യത്തിലുള്ളൊരു വ്യക്തിപരമായ വിശകലനം? എന്താണ്? ചോദ്യത്തിന് രണ്ട് ഭാഗമുള്ളത്.
ഒന്ന് ഈ സൈബർ ഇടങ്ങളുടെ പൊതുവെ അത് ആദ്യം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പ്രധാന ടെലിവിഷൻ ചാനലുകളെ വിമർശിച്ചതുപോലെ തന്നെ ഒരു ബഹളമയമായ ഒരു അന്തരീക്ഷം എന്നല്ലാതെ ഉപരിപ്ലവമാണ്. അതാണ് ഏറ്റവും നല്ലത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉപരിപ്ലവമാണ്. ആഴമേറിയ വിശകലനമോ സംവാദങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളത് വളരെ അപൂർവമായിട്ടുണ്ടാവാം. പക്ഷെ പൊതുവിൽ ഇങ്ങനെയാണുള്ളത്. അത് മറ്റു പാർട്ടികളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. CPIM സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പല സൈബർ പോരാളികൾ എന്നൊക്കെ പറയാറുണ്ട്. പാർട്ടി അങ്ങനെ ആരെയും നിശ്ചയിച്ച് പോരാട്ടം നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു രീതി സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ സംഭവിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുണ്ട്. അതിൽ പലതും പാർട്ടിക്ക് സ്വീകാര്യമാണ്, ഗുണകരവുമാണ്. കാരണം വിവിധ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ ശരിയായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരിക, മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണത്തെ പ്രതിരോധിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ അസ്വീകാര്യവും സ്വീകാര്യവുമായ കാര്യങ്ങൾ വരും. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളെപ്പോഴും പാർട്ടിയുടെ നിലപാട് പറയാറുണ്ട്. ഏറ്റവും അന്തസ്സുറ്റ നിലയിൽ വേണം രാഷ്ട്രീയ പ്രവർത്തനവും സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം നടത്താൻ. അപ്പോൾ അതിലുപയോഗിക്കേണ്ട ഭാഷ, അതിൻ്റെ രീതി, അതെല്ലാം ആധുനിക സമൂഹത്തിന് യോജിച്ചതും അത് ഒരു ഇടതുപക്ഷ പൊതുനിലവാരത്തിന് അനുസൃതവുമായിരിക്കണം. അതാണ് ഏറ്റവും വേണ്ടത്. എന്നാൽ പ്രത്യേകിച്ച് ഏതെങ്കിലും നിയന്ത്രണങ്ങളുടെ ഒന്നും ഭാഗമല്ലാതെ ആർക്കും വിധേയമല്ലാതെയാണ് ഒരുപാട് ആളുകൾ ഈ ഇടത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവരുടേതായ ദിശയിൽ അങ്ങനെ മുൻപോട്ട് പോകും. അതിനെയെല്ലാം ഒന്നും ഏറ്റെടുക്കാനോ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വമോ പാർട്ടിക്കില്ല. അങ്ങനെ ചില പ്രത്യേക സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടി വരും എന്ന് മാത്രം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ MLA ആകുന്നതിന് മുൻപ് തന്നെ നേരിട്ട് അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരു സൗഹൃദം ഉള്ള ആളാണ്. ഇതൊന്നും വ്യക്തിപരമല്ല. എല്ലാം രാഷ്ട്രീയവും ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അഭിപ്രായം പറയുകയും ചെയ്യേണ്ടതാണ്. അദ്ദേഹം കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം DICയുടെ ഭാഗമായി. അതിനുശേഷം ഇപ്പോൾ MLA ആകുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷവുമായി അദ്ദേഹം സഹകരിച്ചിരുന്നു. സത്യത്തിൽ 2016 തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല, അതിന് വളരെ മുൻപ് തന്നെ ഇടതുപക്ഷവുമായിട്ടൊക്കെ സഹകരിച്ച് നിൽക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അതിൻ്റെ ഭാഗമായി അദ്ദേഹം വല്ലാതെ വേട്ടയാടപ്പെട്ടു. അതാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളാണ്. ബിസിനസ് രംഗത്തും കൂടി സജീവമായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതിശക്തമായി വേട്ടയാടി മാധ്യമങ്ങളും പ്രതിപക്ഷവും. അതിനോടുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വന്നത്. അങ്ങനെ വേണം കാണാം. അദ്ദേഹം വളരെ ശക്തമായി സോഷ്യൽ മീഡിയയിൽ അപ്പോൾ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിരന്തരം അദ്ദേഹവും പ്രതികരിക്കും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ല. അത്ഭുതമാണ് തോന്നിയത്. വളരെ അത്ഭുതമാണ്. ഒരുപക്ഷെ ഇനിയും വ്യക്തമാവേണ്ടതായിരിക്കാം കാര്യങ്ങൾ. അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തു പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അദ്ദേഹം പാർട്ടി അംഗമല്ലെങ്കിലും ഒരു പാർട്ടി അംഗത്തെ പോലെ തന്നെ അദ്ദേഹത്തിന് മികച്ച നിലയിൽ അദ്ദേഹത്തെ പരിഗണിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിയോട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവലാതികളുണ്ടെങ്കിൽ ഏതു സന്ദർഭത്തിലും പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സാധിക്കുമായിരുന്ന വിഷയങ്ങളാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല ശ്രമിച്ചത്. അദ്ദേഹം എന്തോ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് പിന്നീട് ഇപ്പോൾ നാം കാണുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രസക്തി ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനന്ന് പറഞ്ഞത് CPIMൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു പ്രതിയോഗിയായി പരിഗണിക്കപ്പെടാനുള്ള ഒരു വലുപ്പം അദ്ദേഹത്തിനോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്കോ ഇല്ല എന്നത് കൃത്യമായി ശരിയായി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായി വരികയുമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. മറ്റ് അജണ്ടകളില്ലെങ്കിൽ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരിച്ചുവരവ് സാധ്യമാകുന്ന ആളാണ് അൻവർ ആ നിലയ്ക്ക്. അല്ല, അത് എനിക്ക് പറയാനാവുകയില്ല. അദ്ദേഹം തീർത്തും തെറ്റായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ പെശകായ നിലപാടാണ്. ആ നിലപാടുകൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിനോ ജനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത്. പൊതുവെ ഈ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഒരു വലതുപക്ഷാഭ്യൂഹത്തിൻ്റെ ഒരു പെരുക്കൊക്കെയുള്ള സമയത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയം വന്നപ്പോഴാണ്
ചർച്ചകളൊക്കെ രണ്ട് തരത്തിലേക്ക് കേന്ദ്രീകരിച്ച് പോകുന്നു. പലസ്തീനും ആക്രമണം നടത്തുന്നുണ്ടല്ലോ, ഇസ്രായേൽ ചെറുക്കുകയല്ലേ ചെയ്യുന്നത്, അത് തിരിച്ചും മറച്ചുള്ളൊരു സാധനത്തിൽ അവിടെയാണ് വളരെ കണിശതയും കൃത്യതയിലും ഈ പറയുന്ന പലസ്തീനികൾ നിരപരാധികളാണ്, അവരെന്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ പറയുന്നൊരു അതും ഒരു ചെറുകുറിപ്പായിട്ട് വരുന്നത്. അത് ഞാൻ നോക്കുന്നത് അത് ആദ്യമായിട്ടല്ല എഴുതുന്നത്, പല ഘട്ടങ്ങളിലായി എഴുതുന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ ഒരു സാഹചര്യം കൂടിയൊന്ന്. തീർച്ചയായിട്ടും അത് എൻ്റെ മാത്രം ഒരു നിലപാടല്ല, എൻ്റെ മാത്രം ഒരു അഭിപ്രായ പ്രകടനമല്ല. അത് ലോകത്തെവിടെയും ഉള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടാണ്. അതാണ് അതിൻ്റെ വസ്തുത. അത് മനസ്സിലാകണമെങ്കിൽ ഇസ്രയേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് നോക്കിയാൽ മതി. ഇസ്രയേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം ക്ലേശകരമായ ഒരു സാഹചര്യമായിരിക്കുമെന്ന് ഓർക്കണം. മാതൃരാജ്യം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെതിരായി ഒരു അഭിപ്രായം പറയേണ്ടി വരികയാണ്. പക്ഷെ അവരത് ശക്തമായി പറയുന്നു. ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഗാസയിലെ നരഹത്യക്കെതിരായി നെതന്യാഹുവിൻ്റെ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാട് ആവർത്തിക്കുകയാണ് ഒരർത്ഥത്തിൽ ഞാൻ ചെയ്തത്. അതിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയും അടിച്ചമർത്തപ്പെടുകയും അനീതി അനുഭവിക്കുകയും ചെയ്യുന്ന, അനീതി നേരിടുകയും ചെയ്യുന്നവരോടൊപ്പം നിൽക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രഖ്യാപിത നയമാണ്, ഒരു പ്രഖ്യാപിത നിലപാടാണ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് പുസ്തകം മറിച്ച് നോക്കേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് പലസ്തീന് സവിശേഷമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന കുറേ കാലമായി പിന്തുടരുന്ന നയം മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഇസ്രായേലിനെ ഒരു രാജ്യമായി പോലും അംഗീകരിച്ചിരുന്നില്ലല്ലോ. 92-ലാണെന്ന് തോന്നുന്നു ആദ്യമായി ഇന്ത്യ ഇസ്രായേലിലേക്ക് ഒരു അംബാസഡറെ അയക്കുന്നത്, നരസിംഹറാവുവിൻ്റെ കാലത്ത്. അതുവരെ നമ്മളൊരു അംബാസഡറെ അയച്ചിട്ടില്ല, അവരെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ചില ആളുകൾ പറയുന്നുണ്ട് അല്ല അംഗീകരിച്ചു എന്ന്. അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് ചിലപ്പോൾ രാഷ്ട്രത്തലവന്മാർ കാണുമ്പോൾ ചിരിച്ചിട്ടുണ്ടാവാം, കൈ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മളൊരു അംബാസഡറെ അങ്ങോട്ട് അയച്ചിട്ടില്ല, അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ പടിപടിയായി ഇസ്രായേൽ അനുകൂല നിലപാടിലേക്ക് നമ്മൾ പോയി, നമ്മുടെ രാജ്യം പോയി. കോൺഗ്രസ്സാണ് തുടക്കം കുറിച്ചത്. പക്ഷേ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ 47-48 കാലത്ത് തന്നെ സ്വീകരിച്ച അതിശക്തമായ നിലപാടുണ്ട്. അതെല്ലാം ലോകത്തിൻ്റെ മുന്നിലുണ്ട്. ഇനി എന്തുമാവട്ടെ, നവജാത ശിശുക്കളെ പോലും കൊന്നൊടുക്കുന്നു. നമുക്കെങ്ങനെ അതിനെ പിന്തുണയ്ക്കാൻ പറ്റും? കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും? മരണത്തിന് വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന ഒരു നാടായിട്ട് ഗാസ മാറുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ലോകത്തിലെവിടെയുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് ഞാനൊന്ന് ശക്തമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ശൈലി സ്വീകരിച്ചിട്ടുണ്ടാവാം. അത് എനിക്ക് തോന്നുന്നു ജയമോഹൻ്റെ നോവലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ച സാധ്യമാക്കിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് പിണറായി വിജയൻ ചരിത്രത്തിൽ വിലയിരുത്തപ്പെടുക. അദ്ദേഹം തുടർച്ചയായിട്ട് സംസ്ഥാന സെക്രട്ടറി പദത്തിലിരിക്കുകയാണ്. എം സ്വരാജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തും ഉണ്ടാകുന്നത്. വ്യക്തിപരമായും ഈ പറഞ്ഞ CPM-ൻ്റെ ഒരു നിർണായക ചുമതലയുള്ളതാണെന്നുള്ളത് എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുന്നത്? ഒരു വ്യക്തിയെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമാണ്. ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്തേണ്ടി വരിക എന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. ചിലപ്പോൾ ചില വ്യക്തികളെയൊക്കെ വിലയിരുത്താൻ ഒരു ജീവിതകാലം തന്നെ മതിയാവില്ല. വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങളുടെ സമുച്ചയമാണ് ഒരു വ്യക്തി. ഇപ്പോൾ ഗാന്ധി മുതൽ മാർക്സ് വരെ ഓരോരുത്തരെയും വിലയിരുത്തുമ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്, നാം വിലയിരുത്തേണ്ട വ്യക്തിയെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അനാവശ്യമാണെന്ന് കൂടിയുള്ള അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ വിലയിരുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ആരുടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല. നിലപാടുകളെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ പിണറായിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ മുതിർന്നാൽ, ഒന്ന്, പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ച ഒരു കാലം, സാമാന്യേന ദീർഘമായൊരു കാലമുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു മികച്ച മാതൃകയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതിൻ്റേതായ ഒരു കമ്മ്യൂണിസ്റ്റ് അടുക്കും ചിട്ടയും കാർക്കശ്യവും എല്ലാറ്റിലും ഒരു കമ്മ്യൂണിസ്റ്റ് പുലർത്തേണ്ട വ്യക്തതയും എല്ലാം നമുക്ക് അതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റൊരു ഉത്തരവാദിത്വമാണ്. മുഖ്യമന്ത്രിയാകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി കാണാൻ കഴിയുക, പൊതുവിൽ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളെയും പ്രയോഗവൽക്കരിക്കാനുള്ള ഇച്ഛാശക്തി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റും. ഇപ്പോൾ ദേശീയപാതാ വികസനം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവസാനിപ്പിച്ചതാണത്. പലരും ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ ഫയൽ അവസാനിപ്പിച്ചു. അത് അപ്രായോഗികമാണ് എന്ന് കണ്ട് അവസാനിപ്പിച്ചതാണത്. ദേശീയപാതാ വികസനം എന്നേക്കുമായി ആ ഫയൽ അവസാനിപ്പിച്ചു.
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിലെ അവരുടെ ദേശീയപാതാ വികസനത്തിന് വേണ്ടിയുള്ള ഓഫീസും പൂട്ടി അവസാനിച്ചതാണ്. എന്നാൽ അതിന് ജീവൻ വെച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ആ ഫയൽ വീണ്ടും എടുത്തു, അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ദേശീയപാതാ വികസനം ഉണ്ടാകുമായിരുന്നില്ല. അതിലൊരു പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ട്. കേരളം 5000 കോടിയിൽ പരം രൂപ നമ്മളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാകും. ഗെയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവസാനിച്ചതാണ്. പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ ഈ ഗവൺമെൻറ് നേരിട്ടതും ശ്രദ്ധേയമാണ്. സത്യത്തിൽ അടിച്ചമർത്തിയിട്ടല്ല. അന്നത്തെ സമരത്തിൻ്റെ സമയത്ത് ബലപ്രയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ചർച്ച നടത്തി തെറ്റിദ്ധാരണകൾ നീക്കി. എന്തൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ പറഞ്ഞിരുന്നത്, ഈ ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ആ പ്രദേശത്ത് കൃഷി ചെയ്യാൻ പറ്റും എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പ്രത്യേക കൃഷികൾ പറ്റും, പച്ചക്കറി കൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ പറ്റും എന്നത് അവരെ ബോധ്യപ്പെടുത്തി. അവർക്കുണ്ടാവുന്ന നഷ്ടങ്ങൾക്കുള്ള പരിഹാരം തുക വർദ്ധിപ്പിച്ചു. അങ്ങനെയാണത് അവസാനിപ്പിക്കുന്നത്. അവരെ വിശ്വാസത്തിലെടുത്തു, അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു. അങ്ങനെ പ്രതിഷേധം ഇല്ലാതായി, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയായി. ഇങ്ങനെ കൊച്ചി ഇടമൺ പവർ ഹൈവേ ഇതുപോലെ അവസാനിപ്പിച്ചതാണ്, അപ്രായോഗികം എന്ന് വിലയിരുത്തിയതാണ്. അത് നടപ്പിലായി. അപ്പോൾ അതിൽ അസാധാരണമായ ഒരു ഭരണ മികവ്, ഭരണരംഗത്തൊരു ആജ്ഞാശക്തി അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ആ നിലയിലായിരിക്കും വരുംകാലം പിണറായിയെ വിലയിരുത്തുക. അസാധ്യമെന്നു കരുതി അവസാനിപ്പിച്ച പദ്ധതികൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്. ആ നിലയിലായിരിക്കും വിലയിരുത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഓക്കെ.